വിസ ഉടമകളെ സൂക്ഷ്മമായി നിരീക്ഷിക്കാനുള്ള നടപടികൾ കടുപ്പിച്ചിരിക്കുകയാണ് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ്. US വിസയുള്ള 55 ദശലക്ഷത്തിലധികം ആളുകളെയും നിരീക്ഷണത്തിന് വിധേയമാക്കും. വിസ റദ്ദാക്കാനും നാടുകടത്താനുമുള്ള കാരണങ്ങൾ കണ്ടെത്തുകയെന്ന ലക്ഷ്യത്തോടെയാണ് നടപടി. കുടിയേറ്റ നിയമലംഘനം, ക്രിമിനൽ കുറ്റകൃത്യങ്ങൾ, തീവ്രവാദ ബന്ധങ്ങൾ എന്നിവ നിരീക്ഷിക്കും. സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾ, നിയമലംഘന രേഖകൾ എന്നിവയും പരിശോധിക്കും. ഈ വർഷം 6000 വിദ്യാർത്ഥി വിസകൾ റദ്ദാക്കിയതിന് പിന്നാലെയാണ് US മറ്റ് വിസ ഉടമകളിലേക്കും സൂക്ഷ്മ പരിശോധന വ്യാപിപ്പിക്കുന്നത്. അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ അസോസിയേറ്റഡ് പ്രസിന്റെ ചോദ്യത്തിന് രേഖാമൂലം നൽകിയ മറുപടിയിലാണ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഇക്കാര്യം അറിയിച്ചത്. എല്ലാ വിസ ഉടമകളെയും തുടർച്ചയായി നിരീക്ഷിക്കുന്നുണ്ടെന്ന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു. വിസ ഉടമ അയോഗ്യനാണെന്ന് കണ്ടെത്തിയാൽ വിസ റദ്ദാക്കും. വ്യക്തി US-ലുണ്ടെങ്കിൽ നാട് കടത്തുമെന്നും സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ചൂണ്ടിക്കാട്ടി. വിസ ഉടമകളുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾ അവരുടെ രാജ്യങ്ങളിലെ നിയമനിർവഹണ ഏജൻസികളുടെയും കുടിയേറ്റ വകുപ്പുകളുടെയും രേഖകൾ, US നിയമലംഘനങ്ങൾ എന്നിവയെല്ലാം പരിശോധനയുടെ ഭാഗമായിരിക്കും. ട്രംപ് ഭരണകൂടത്തിന്റെ സുരക്ഷാ മുൻകരുതലുകളുടെ ഭാഗമായാണ് നടപടികളെന്നും വിസ ഉടമകൾ നിയമങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്നും ഭരണകൂടം വിശദീകരിക്കുന്നു. ഇതുവഴി രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്നവരെ തടയാൻ സഹായകമാകുമെന്നാണ് വിലയിരുത്തൽ. തുടക്കത്തിൽ പലസ്തീൻ അനുകൂല വിദ്യാർത്ഥികളുടെ വിസകളാണ് പ്രധാനമായും പരിശോധിച്ചിരുന്നത്. പിന്നീട് ഇത് എല്ലാ വിസകളിലേക്കും വ്യാപിപ്പിച്ചു. ട്രംപ് ഭരണകൂടം അധികാരത്തിൽ വന്നതിന് ശേഷം വിസ റദ്ദാക്കൽ നടപടികൾ ഇരട്ടിയായി വർദ്ധിച്ചുവെന്നാണ് റിപ്പോർട്ട്. വിദ്യാർത്ഥി വിസ റദ്ദാക്കലുകൾ 4 മടങ്ങ് വർദ്ധിച്ചുവെന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു. വിസ കാലാവധി കഴിഞ്ഞും രാജ്യത്ത് തങ്ങുന്നവരെയും നിയമലംഘനം നടത്തുന്നവരെയുമാണ് പ്രധാനമായും ലക്ഷ്യമിടുന്നത്. ഈ വർഷം 6000-ലധികം വിദ്യാർത്ഥികളുടെ വിസ റദ്ദാക്കിയതായി അധികൃതർ അടുത്തിടെ അറിയിച്ചിരുന്നു. വിസ കാലാവധി കഴിഞ്ഞ് തങ്ങിയതിനും മദ്യപിച്ച് വാഹനം ഓടിച്ചതിനും തീവ്രവാദ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തതിനുമാണ് വിസ റദ്ദാക്കിയത്. 4000 വിസകൾ നിയമലംഘനം നടത്തിയതിനും 200 മുതൽ 300 വിസകൾ വരെ തീവ്രവാദ ബന്ധം ആരോപിച്ചും റദ്ദാക്കിയിട്ടുണ്ട്. നിലവിൽ US വിസയ്ക്ക് അപേക്ഷിക്കുന്ന എല്ലാവർക്കും നേരിട്ടുള്ള ഇന്റർവ്യൂ നിർബന്ധമാക്കിയിട്ടുണ്ട്. സുരക്ഷാ പരിശോധനകളും കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട്. വിസ അനുവദിച്ച ശേഷമുള്ള പരിശോധനകൾ കൂടുതൽ കർശനമായ സുരക്ഷാ നടപടികളുടെ ഭാഗമാണ്. US ദേശീയ സുരക്ഷയും പൊതുസുരക്ഷയും സംരക്ഷിക്കാനുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ പ്രതിബദ്ധതയുടെ ഭാഗമായി അധികാരമേറ്റതിനു ശേഷം സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇരട്ടിയിലധികം വിസകൾ റദ്ദാക്കിയിട്ടുണ്ടെന്ന് അധികൃതർ അറിയിച്ചു. അതിൽ ഏകദേശം 4 മടങ്ങ് വിദ്യാർത്ഥി വിസകളും ഉൾപ്പെടുന്നുവെന്ന് അവർ പറഞ്ഞു. വിസ ഉടമ അയോഗ്യനാണെന്ന് കണ്ടെത്തിയാൽ വിസ റദ്ദാക്കുമെന്നും വ്യക്തി US-ലുണ്ടെങ്കിൽ നാട് കടത്തുമെന്നുമുള്ള സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രസ്താവന വിസ ഉടമകൾക്കുള്ള മുന്നറിയിപ്പാണ്. നിയമങ്ങൾ ലംഘിച്ചാൽ വിസ റദ്ദാക്കുമെന്നും നാട് കടത്തുമെന്നും ഇതിലൂടെ വ്യക്തമാക്കുന്നു. ഈ സാഹചര്യത്തിൽ വിസ ഉടമകൾ നിയമങ്ങൾ പാലിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വിസയുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും കൃത്യമായി സൂക്ഷിക്കണം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ബന്ധപ്പെട്ട അധികാരികളുമായി ബന്ധപ്പെടാവുന്നതാണ്. നിയമപരമായ കാര്യങ്ങളിൽ ശ്രദ്ധയും ജാഗ്രതയും പുലർത്തുന്നത് നല്ലതാണ്. ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.